എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എന്താ പറയുക, ഞാനിപ്പോൾ പൊട്ടൻ എന്ന് പറയുന്ന പുതിയ സബ്ജക്റ്റിൻ്റെ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കവിത റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ജി എന്ന് പറയുന്ന ആൾ അങ്ങ് ദൂരത്തു നിന്നാണ്, കോഴിക്കോട് നിന്നാണ്, ബേപ്പൂർ അല്ലേ, ബേപ്പൂരിൽ നിന്ന് അദ്ദേഹം എന്നെ കാണാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ വിളിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഇതിലിരിക്കുമായിരുന്നു. ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു, മാഡത്തിനെ എനിക്കൊന്ന് കാണണം. അദ്ദേഹം ലേ മെറിഡിയനിലൊരു കോൺഫറൻസിന് വന്നതാണ്. അപ്പോൾ സ്റ്റുഡിയോയിലേക്ക് വരുത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു ഇതല്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ്, പിന്നെ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ അതും അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അങ്ങനെ വന്നിരിക്കുവാണ്. അപ്പം സുരേഷ് ജി നമസ്കാരം. എന്തായിരിക്കാം എന്നെ പോലെയുള്ള ഒരു അവശ്യ കലാകാരിയെ കാണാൻ ഇങ്ങനെ വരാൻ കാര്യം? മാഡത്തിന്റെ വർക്ക് ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത്, കുറെ ഷോർട്ട് ഫിലിമുകളും സിനിമകളൊക്കെ. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യുന്നത്, മാഡത്തിന്റെ അടുത്ത വർക്ക് വരുമ്പോൾ അറിയിക്കണം, സഹകരിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ശരിക്കും ഫേസ്ബുക്കിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. ഇന്നാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത്രയും ദൂരത്തു നിന്ന് എന്നെ കാണാൻ എത്തിയതിൽ ആദ്യം തന്നെ അങ്ങേക്കൊരു ആത്മപ്രണാമം. പിന്നെ എന്താ പറയുക, മാഷിനെ ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത് തന്നെ, ഇൻ്റർവ്യൂ അല്ല, ഒരു ചെറിയൊരു സ്നേഹ സംവാദം നടക്കുന്നത് തന്നെ മാഷിൻ്റെ ആ ഒരു സ്ക്രീൻ പെർഫോമൻസും പിന്നെ അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? എന്താണ് വർക്ക് ചെയ്യുന്നത്? ഞാനൊരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. നാടക പ്രവർത്തനമാണ് മറ്റൊരു ഇഷ്ടമേഖല. അപ്പൊ ഈ തൊഴിലും ഈ പറയുന്ന ഈ കലയും എങ്ങനെ, നിങ്ങൾ വലിയൊരു ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാള് എങ്ങനെ ഈ നാടകം റിഹേഴ്സൽ എടുക്കുക, അത് സ്റ്റേജിൽ പെർഫോം ചെയ്യാനൊക്കെ എങ്ങനെ നിങ്ങൾ സമയം കണ്ടെത്തും? അതൊന്ന് പറയും. അത് സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അതിലിപ്പോ AV അനൂപ് സാർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മെഡിമിക്സിന്റെ വലിയ മുതലാളിയാണ്, കോടികളുടെ ഇടപാടാണ് നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞ് ഒരു സമയം അതിന് ഉണ്ടാവും. കലയെ സ്നേഹിച്ച, കലയെ നെഞ്ചിലേറ്റിയാൽ അതിനായി ഒരു സമയം നമ്മൾ കണ്ടെത്തേണ്ടി വരും, കണ്ടെത്തുകയും ചെയ്യും അല്ലേ? അതാണ് യഥാർത്ഥ കലാകാരൻ. അപ്പം ഞാൻ മാഷിന് ഒരു സർപ്രൈസ് ന്യൂസ് തരികയാണ്. എന്താ പറയുക, അടുത്ത ഒരു പ്രോജക്റ്റ്, അതായത് ഒരു ചിലപ്പോൾ 83-ാമത്തെ ആയിരിക്കും, 84-ാമത്തെ ആയിരിക്കും. ആ ഒരു പ്രോജക്റ്റിൽ നാടകത്തെ സ്നേഹിക്കുന്ന ഈ കലാകാരനെ നായക വേഷത്തിലേക്ക് ഞാനൊരു ഒന്ന് കൊണ്ടുവരികയാണ്, നാടകവേഷം. അപ്പോൾ നായകവേഷം നാടകരംഗത്ത് നല്ലതായിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിഭയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള കലാകാർ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാനും, എന്നെപ്പോലെയുള്ള സാധാരണ, അതായത് വലിയ ആളൊന്നും അല്ലെങ്കിൽ പോലും നോർമലായിട്ട് ചിന്തിക്കുകയും നോർമലായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും നോർമലായിട്ട് കഥാപാത്രങ്ങളെ സമന്വയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സബ്ജക്റ്റ് ആയിരിക്കും അത്. അദ്ദേഹം കോഴിക്കോട് വെച്ച് തന്നെ ആയിരിക്കും ഷൂട്ട്. മാഷിനപ്പം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ ഇത്രയും ദൂരം വന്ന് ഇവിടെ ഇത് എന്താ പറയുക, അഭിനയിക്കാൻ വരിക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതിൽ ഭയങ്കര ഇതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ക്യാമറാമാനുമായിട്ട് വന്ന് അദ്ദേഹത്തെ നായകനാക്കി ഒരു സബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. പേര് ഞാൻ പിന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. പോസ്റ്ററിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മാഷിനെ ഞാൻ ഇട്ട് തരാം. അപ്പോൾ എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാറുണ്ടെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു അവസരം ഞാൻ തരുന്നതിനെ കുറിച്ച്. ഫുൾ ടൈം ക്യാരക്ടറാണ് കേട്ടോ. തീർച്ചയായിട്ടും. ഷൈനി മാഡത്തിനെ കാണാൻ, ഷൈനി അല്ല, പ്രിയ ഷൈൻ, എൻ്റെ ഹസ്ബൻഡിന്റെ പേരാണ് ഷൈന. അപ്പോൾ അതാണ് മനസ്സിലായി. അപ്പം പ്രിയ മാഡത്തിന്റെ ഒരു വർക്കിൽ സഹകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഇപ്പം പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കൊന്നും തുടങ്ങിയിട്ടില്ല, ആശയം മാത്രമേ മാഡത്തിൻ്റെ മനസ്സിലുള്ളൂ. അതിന് സ്ക്രിപ്റ്റിലേക്ക് വരണം. മാഷിനെ നായക വേഷത്തിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ് ഞാനൊരു ത്രെഡ് പറഞ്ഞത് അത് ഇഷ്ടമായോ? അത് ഇഷ്ടമായി. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യട്ടെ. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഇത് പൊട്ടൻ എന്നുള്ള എന്റെ സബ്ജക്റ്റാണ്. ഞാൻ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് വന്നു, അമ്മയ്ക്ക് ചായ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ബാക്കി ബാലൻസ് ഉണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ഈ കുറെ കാര്യങ്ങൾ വരുന്നത് ചിലപ്പോൾ യാത്രകളിലായിരിക്കും. അപ്പോൾ അത് എഴുതാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മാഷ് ഇങ്ങനെ എന്നെ കാണാൻ വന്നത്. അപ്പം എന്താ പറയാ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പൊ കഥയും കഥാപാത്രം പറയുന്നതായിരിക്കും. അപ്പൊ എന്നാ നന്ദി, നമസ്കാരം. നമസ്കാരം മാഡത്തിന് പ്രത്യേകം. താങ്ക് യു.